വർഷത്തിനിടയ്ക്ക് 4ഓളം മഹാദുരന്തങ്ങൾ അതിജീവിച്ച ഒരു ജനത. 2017 ഓഖി മുതൽ 2024 ചൂരൽമല ഉരുൾപൊട്ടൽ വരെ ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കേരളീയർക്ക് നഷ്ടമായത് 854 ജീവനുകളാണ്. കാണാതായതോ 236 പേര്. വിവിധ ദുരന്തങ്ങളിലായി കേരളം സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ പ്രകാരം ഓഖി, 2018-ലെയും 19-ലെയും പ്രളയം, 2024-ലെ ചൂരൽമല ദുരന്തം എന്നിവയിലായി 35,000 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. കേവലം 1.5 ലക്ഷം കോടി രൂപ റവന്യൂ വരുമാനമുള്ള ഒരു സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതാണോ ഈ ചെലവുകൾ? അടിപതറുമ്പോൾ താങ്ങാകേണ്ട യൂണിയൻ സർക്കാരിന്റെ സമീപനം എന്താണ്? OBC പരിശോധിക്കുന്നു. 2005-ലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം രാജ്യത്ത് ദുരന്ത നിവാരണ ഫണ്ടുകൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഫണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഫണ്ട് എന്നിവയായി. രണ്ട് ഫണ്ടുകളുടെയും 80% തുക അടിയന്തര ദുരന്ത നിവാരണത്തിനായി, അതായത് ദുരന്തത്തിന്റെ റെസ്പോൺസിനായും 20% തുക ദുരന്ത സാധ്യതകൾ ലഘൂകരിക്കുന്നതിനായി അഥവാ മിറ്റിഗേഷൻ പ്രവർത്തനങ്ങൾക്കായും മാറ്റിവെച്ചിരിക്കുന്നു. അടിയന്തര പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധി അഥവാ NDRF എന്നും ഇതേ അളവിലുള്ള സംസ്ഥാന ഫണ്ടിനെ SDRF എന്നും വിളിക്കുന്നു. സംസ്ഥാനങ്ങളുടെ ഫണ്ടായ SDRMFന്റെ 75% വിഹിതവും വഹിക്കുന്നത് യൂണിയൻ സർക്കാരാണ്. ശേഷിക്കുന്ന 25% സംസ്ഥാനങ്ങൾ തനതായി കണ്ടെത്തണമെന്നാണ് നിയമം. രാജ്യത്തെ ധനകാര്യ കമ്മീഷനുകളാണ് ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് അർഹമായ SDRMF തുക തീരുമാനിക്കുക. സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടുകൾ ഇത്തരത്തിൽ വ്യവസ്ഥാപിതമാണെങ്കിലും ദേശീയ ഫണ്ടായ NDRFന്റെ കഥ മറ്റൊന്നാണ്. ഓരോ ദുരന്തങ്ങൾക്കും സംസ്ഥാനങ്ങളുടെ ഫണ്ടുകൾ മതിയാകാത്ത പക്ഷം അധിക തുകയായി നൽകുന്ന ഒരു ടോപ്പ് ഫണ്ടാണ് NDRF. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധ്യക്ഷനാകുന്ന പ്രത്യേക മന്ത്രിസഭാ സമിതി അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന ദുരന്തങ്ങൾക്ക് മാത്രമേ NDRF ലഭിക്കൂ. അതായത് NDRF ഫണ്ടുകൾ ആർക്ക്, എങ്ങനെ, എപ്പോൾ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. ഈ വിവേചനാധികാരം എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമായി മാറുന്നതെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിവിഷന്റെ കണക്കുകൾ അനുസരിച്ച് 2014 മുതൽ 2025 വരെ വിവിധ ദുരിതാശ്വാസങ്ങൾക്കായി കേരളം NDRFിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഏതാണ്ട് 8,125 കോടി രൂപയായിരുന്നു. നൽകിയതോ 2,437 കോടി രൂപ മാത്രം. അതായത് ആവശ്യപ്പെട്ടതിന്റെ 30% മാത്രമേ നൽകിയിട്ടുള്ളൂ. ബാക്കി തുകയോ അത് സംസ്ഥാനത്തിനെ അനുവദിച്ചു തന്ന വിഹിതത്തിൽ നിന്ന് ചെലവാക്കണമെന്നാണ് നിയമം. എന്നാൽ ഇതേ കാലയളവിലെ കേരളത്തിന്റെ SDRF വിഹിതങ്ങളെല്ലാം കൂടി ഏതാണ്ട് 2,100 കോടി രൂപയേ ഉണ്ടാവുകയുള്ളൂ. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് 35,000 കോടി രൂപ. എന്നാൽ പുനർനിർമ്മാണ ചെലവുകൾ ഇതിലും എത്രയോ അധികമാണ്. ഇനി മറ്റൊരു ചോദ്യം, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലാണോ ഫണ്ട് അനുവദിക്കാറ്? അല്ല എന്നാണ് കണക്കുകൾ നൽകുന്ന മറുപടി. 2014 മുതൽ 2025 വരെ ഏറ്റവും അധികം NDRF തുക ലഭിച്ച സംസ്ഥാനം കർണാടകയാണ്. എന്നാൽ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനയിൽ മറ്റൊരു കാര്യം വ്യക്തമാകും. കർണാടകയ്ക്ക് കിട്ടിയതിൽ 97% ഫണ്ടും ലഭിച്ചിരിക്കുന്നത് 2018 മുതൽ 2023 വരെയുള്ള 5 വർഷങ്ങളിലായാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർണാടകയിൽ BJP സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന അതേ 5 വർഷം. താരതമ്യേന ഇത്രയധികം ഫണ്ടിന് ഈ കാലയളവിൽ കർണാടക അർഹതപ്പെടുന്നുണ്ടോ? 2018 മുതൽ 2023 വരെ കർണാടക നേരിടേണ്ടുന്ന പ്രധാന കാലാവസ്ഥാ ദുരന്തങ്ങൾ 4 എണ്ണമാണ്. 2 പ്രളയങ്ങൾ, 2019-ലെ ബന്ദിപ്പൂർ കാട്ടുതീ, പിന്നെ 2021-ൽ കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ ആഞ്ഞടിച്ച ടൗട്ടെ ചുഴലിക്കാറ്റ്. കർണാടക സർക്കാരിന്റെ തന്നെ മെമ്മോറാണ്ടങ്ങൾ പ്രകാരം ഈ ദുരിതങ്ങളിലെല്ലാം കൂടി ഉണ്ടായ നാശനഷ്ടം 38,000 കോടി രൂപയാണ്. 86 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ദുരന്തങ്ങളെ ചൂണ്ടിക്കാട്ടി കേന്ദ്രം കർണാടകയ്ക്ക് കൈമാറിയ NDRF വിഹിതം എത്രയാണെന്നോ? 5,159 കോടി രൂപ. 2018 പ്രളയത്തിൽ മാത്രം കേരളത്തിലുണ്ടായ നാശനഷ്ടം 31,000 കോടി രൂപയാണ്. 450 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിന് അനുവദിച്ച തുകയോ? അതായത് ഏതാണ്ട് ഒരേ തീവ്രതയിലുള്ള 2 ദുരന്തങ്ങൾക്ക് കർണാടകയ്ക്ക് അനുവദിച്ചത് കേരളത്തേക്കാൾ 200% അധിക തുക. മേപ്പാടി ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് കേരള സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആദ്യഘട്ട താക്കോൽ കൈമാറ്റം ഫെബ്രുവരിയിൽ നടക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ചൂരൽമല ദുരന്തം 1.5 വർഷം പിന്നിടുമ്പോഴും കേരളത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരത്തിൽ 4 പോലും കിട്ടിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. സ്വതന്ത്ര ഗവേഷണ പ്ലാറ്റ്ഫോമായ അത്തോറിയ ചൂരൽമല ദുരന്തത്തെ വിശേഷിപ്പിച്ചത് രാജ്യം നേരിട്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നെന്നാണ്. 231 പേർ മരണപ്പെട്ട ദുരന്തത്തിൽ ഏതാണ്ട് 1,202 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കേരളം പുനർനിർമ്മാണത്തിനും ദുരിതാശ്വാസ നിധിക്കുമായി ചോദിച്ചത് 2,121 കോടി രൂപ. എന്നാൽ 1 വർഷം നീണ്ട സമ്മർദ്ദത്തിനൊടുവിൽ കേന്ദ്രം അനുവദിച്ച തുകയോ 261 കോടി രൂപ.
അതായത് ആവശ്യപ്പെട്ടതിൻ്റെ വെറും 11%. മേപ്പാടി പഞ്ചായത്തിലെയും പുന്നപ്പുഴയിലെയും അവശിഷ്ടങ്ങൾ നീക്കാൻ മാത്രം ചെലവായ തുക 195 കോടി രൂപയാണ്. താരതമ്യേന തീവ്രത കുറഞ്ഞ ആസം പ്രളയത്തിന്റെ 90% ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 2022-ലാണ്. അസം ഭരിക്കുന്നതാരാ? ഇതേ BJP. അസം പ്രളയം തീരുന്നതിന് മുന്നേ തന്നെ അതിതീവ്ര ദുരന്തത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ചൂരൽമല ദുരന്തത്തിന് ഈ പദവി ലഭിക്കാൻ 5 മാസത്തെ കാത്തിരിപ്പും ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ നിരന്തര സമ്മർദ്ദവും വേണ്ടി വന്നു. ചൂരൽമല ദുരന്തത്തിന് 530 കോടി രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നല്ലോ എന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യത്തോട് ഒരു വിഭാഗത്തിന്റെ പ്രതികരണം. എന്താണ് ഇതിലെ സത്യാവസ്ഥ? സംസ്ഥാനങ്ങളുടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതാ സാസ്കി എന്ന പ്രത്യേക ലോൺ പദ്ധതിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചത്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ 530 കോടി രൂപ കടമായി തന്നതാണ്. മാത്രമല്ല സാസ്കി പദ്ധതിക്ക് കീഴിലുള്ള കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെ ഇത് ബാധിക്കുകയും ചെയ്യുന്നു. വയനാടിനോട് മാത്രമല്ല ഈ അവഗണന. മേപ്പാടി ചൂരൽമല ദുരന്തമടക്കം കഴിഞ്ഞ 8 വർഷങ്ങളായി കേരളത്തിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തത്തിനും മതിയായ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നതാണ് കണക്കുകൾ പറയുന്നത്. 125 പേർ മരണപ്പെട്ട 2110 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ 2019 പ്രളയത്തിലും യൂണിയൻ സർക്കാർ കേരളത്തെ പിന്തുണച്ചിട്ടില്ല. NDRFിൽ നിന്ന് 1 രൂപ പോലും കേരളത്തിന് ഈ ദുരന്തത്തിനായി കിട്ടിയിട്ടില്ല. 2018 പ്രളയത്തിനായി നൽകിയ തുകയിൽ 50% തുക ചിലവാക്കിയിട്ടില്ല എന്നാരോപിച്ചാണ് കേന്ദ്രം ഫണ്ട് നിശ്ചയിച്ചത്. എന്നാൽ ദുരിതാശ്വാസ നിധിക്കായി ലഭിക്കുന്ന തുക അതാത് വർഷം തന്നെ ചിലവാക്കി തീർക്കാനാകില്ലെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ OBCയോട് പറഞ്ഞത്. പദ്ധതികൾക്ക് കാലതാമസം ഉണ്ടാകാമെന്നും അതിനനുസരിച്ച് മാത്രമേ പണം ചെലവഴിക്കാനാകൂ എന്നതാണ് കാരണം. കേരളത്തോടുള്ള അവഗണനയുടെ മറ്റൊരു ഉദാഹരണമാണ് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന വിദേശ സഹായം നിഷേധിച്ച നടപടി. 2018 പ്രളയത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ നിധിയായി കേരളത്തിന് ഖത്തർ, UAE രാജ്യങ്ങൾ ചേർന്ന് $15 കോടി സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് അന്നത്തെ നിരക്കിൽ ഏതാണ്ട് 1050 കോടി രൂപ. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മോദി സർക്കാർ ഈ ഫണ്ട് നിരസിക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ജൂലൈ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് പ്രളയ ദുരിതാശ്വാസത്തിനായി വിദേശ ഫണ്ട് വാങ്ങാൻ മോദി സർക്കാർ അനുമതി നൽകിയിരുന്നു. ദുരന്ത സാധ്യതകളെ ലഘൂകരിക്കുന്നതിലേക്കായി, അതായത് മിറ്റിഗേഷൻ പ്രവർത്തനങ്ങൾക്കായി NDRFന്റെ 20% തുക മാറ്റിയിരിപ്പുണ്ടെന്ന് മുൻപേ പറഞ്ഞല്ലോ. ഈ കണക്കുകളിലും കേരളത്തിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് സത്യം. ക്രോസ് ഇൻഡിപെൻഡൻസി ഇൻഡെക്സ് എന്ന അന്താരാഷ്ട്ര ഗവേഷണ പ്ലാറ്റ്ഫോമിന്റെ പഠനമനുസരിച്ച് ലോകത്ത് കാലാവസ്ഥാ വ്യതിയാന നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന 2600 നഗരങ്ങളിൽ 50ാം സ്ഥാനത്താണ് കേരളം. ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളം മഴ ലഭിക്കുന്ന സംസ്ഥാനം. ഇത്രയധികം ദുരന്ത സാധ്യതകൾ നിലനിൽക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി 2024-25 വർഷങ്ങളിലായി 1 രൂപ പോലും മിറ്റിഗേഷൻ ഇനത്തിൽ കേരളത്തിന് ലഭിച്ചിട്ടില്ല. ദേശീയ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭൂപടം അനുസരിച്ച് രാജ്യത്തെ ഭൂഭാഗത്തിന്റെ 59% ഭൂമി കുലുക്ക ഭീഷണി നേരിടുന്നുണ്ട്. മറ്റൊരു പഠനം അനുസരിച്ച് ലോകത്തെ കാലാവസ്ഥാ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നഗരങ്ങളുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇത്രയധികം അപകട ഭീഷണി നേരിടുന്ന രാജ്യമെന്ന നിലയിൽ ദുരന്ത നിവാരണ പ്രക്രിയകൾ കുറ്റമറ്റതാകേണ്ടതുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്.